ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. അത് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം ഇത്രയും വലിയൊരു വിഷയം ഒരാണിന്റെ നെഞ്ചത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ തെളിവും കാര്യങ്ങളും എല്ലാം അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ആൾക്കാർ, ഇത് ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പല ആൾക്കാരും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും തഴന്താന്ന പരിപാടി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മണ്ടരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അന്നത്തെ ആ രേണുവിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ആ സ്വർണ്ണക്കടത്ത് കേസ് കേട്ടില്ലേ, അല്ല 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 എന്ന് 100 വട്ടം ഞാൻ തുറന്നടിച്ച് പറഞ്ഞപ്പോഴും ഞാൻ അവരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതും ഇപ്പോഴും ആ വിമർശിച്ച കാര്യത്തിൽ 100% ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷെ സ്വർണ്ണക്കടത്ത്, പെണ്ണുങ്ങളെ കയറ്റി അയക്കുന്നതിലൊക്കെ നിങ്ങൾ ആവശ്യമില്ലാത്ത കഥകൾ അടിച്ചു വിട്ടത് അതെനിക്ക് നല്ല രീതി അറിയാം. ആ ഒരു കേസ് കേട്ടില്ല, പിന്നെ ആ കൊച്ചന്റെ കേസ് കേട്ടില്ല, അത് ഉൾപ്പെടെ തന്നെ നമ്മളെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടി, അതുവരെ മാനിപ്പുലേറ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ഇപ്പോഴെങ്കിലും ഒരാൾക്ക് മനസ്സിലായാൽ മതി. ഒരാൾക്ക് മനസ്സിലായാൽ ഞാൻ വിജയിച്ചെന്നുള്ള ഇതാ. എന്നിട്ട് ചേച്ചി പറ. ഞാൻ എന്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എന്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എന്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എന്റെ കുടുംബക്കാരുടെ ഇടയിലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ ഉമ്മയും എന്റെ മകനും എന്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം ഒരു ഇമോഷൻസോ ആളുകളായിട്ട് ആരുമായിട്ടും എനിക്കില്ല. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ പോലും എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്ന ആളിന്റെ ഫാമിലിയാണ്. ശരിക്കും ഈ നിമിഷം വരെ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും വേറെ വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പോ എന്റെ ജീവിതം എന്റേതായിട്ടുള്ള ഇഷ്ടത്തിനും എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അന്നെടുത്ത തികച്ചും നിർണായകമായിട്ടുള്ള തീരുമാനം എന്റെ കുടുംബത്തിൽ നിന്നും ഈ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയ നിമിഷമായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഓരോ പെൺകുട്ടികളും ഗാർഹിക പീഡനം ഏറ്റുകൊണ്ട് ഒരിടത്തും അടങ്ങി നിൽക്കരുത് എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണമെന്നും ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ അടുത്ത് ഒരു രീതിയിലും ഒരു പെൺകുട്ടികളെയും അയക്കരുത് എന്നും ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ആ ഇന്റർവ്യൂ കണ്ടത് മുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്റെ ജീവിതം ഏത് രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ തരുന്നില്ല. എന്നെ പറ്റി പറയുന്ന അലിഗേഷൻസ്, ഞാൻ സിഗരറ്റ് വലിക്കുന്നു, അന്നേ ഞാൻ MDMA വിളിക്കുന്നു, കച്ചവടം, എന്റെ ജോലി, എന്റെ പ്രൊഫഷൻ വളരെ കൃത്യമായിട്ട് എന്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്നെ അറിയുന്നവർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, എല്ലാ ആളുകൾക്കും അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട എന്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പണികളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയും വേണ്ട. നിങ്ങൾ ഏത് വഴിക്ക് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോളൂ. ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ ഒരിക്കലും എനിക്ക് ജീവിക്കേണ്ട സാഹചര്യവും വന്നിട്ടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ എന്റെ ബാങ്ക് ബാലൻസ് ഒരു 80,000 രൂപ അടുപ്പിച്ചിട്ടുണ്ടാവും. അതിലപ്പുറത്തേക്ക് ഒരു രൂപ പോലും ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, പക്ഷെ റസൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഷഫീന ബീവി നടത്തുന്ന നാടകത്തില് ഈ പറഞ്ഞ എന്റെ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയും കാശ് വാങ്ങിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുള്ള തെളിവുകളും എന്റെ കയ്യിൽ കിട്ടി. ഞാൻ കുറച്ചു നേരമായിട്ടൊന്ന് ഒതുങ്ങിയിരുന്നതാ, കാരണം ഇന്നലെ രാത്രിയിലാണ് ഈ വീഡിയോ വരുന്നത്. ഈ വീഡിയോയുടെ പുറത്ത് ആകെ അതിശയോക്തിയില് ആ വീഡിയോനെ നോക്കിക്കണ്ട ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എന്റെ മകനാണ്. ഓക്കെ, അവന് ഇങ്ങനെ ഒരു കുടുംബത്തിന് അറിയില്ല, ഇങ്ങനെ ആളുകൾ അറിയില്ല. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഏതാണെന്ന് അവൻ അന്വേഷിച്ചിട്ടില്ല. കാരണം അവന്റെ പാരന്റിനെ നല്ല കൃത്യമായിട്ട് അറിയാം. അതൊരു ഇൻഡിപെൻഡന്റ് മദറാണെന്നും ഒറ്റയ്ക്കാണ് ആ കുട്ടിയെ വളർത്തിയെടുത്തുകൊണ്ട് വന്നതെന്നും വീട്ടിൽ 3 സ്ത്രീകളാണ് അതിനെ വളർത്തിയതെന്നുള്ളതിന്റെ ഉത്തമ ബോധം അതിനുള്ളിടത്തോളം കാലം അതൊരിക്കലും ഇത്തരം വിഷയങ്ങളെ പറ്റി ചോദിച്ചിട്ട് പോലുമില്ല. എന്നെ ഗാർഹികമായി പീഡിപ്പിച്ച് എന്റെ മുതലും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത് എന്റെ ജീവിതം വലിച്ചു കീറിയ ഒരു കുടുംബമാണ് പബ്ലിക്കിൽ വന്ന് ഘോര ഇരുന്ന് പ്രസംഗിക്കുന്നത്. അതിൽ എസ്പെഷ്യലി എന്റെ ഭർത്താവായിരുന്ന ആളിന്റെ സഹോദരി, അതായത് നാത്തു, അവളുടെ ഭർത്താവ് എന്റെ ജീവിതത്തിൽ വന്ന് എന്റെ മുതൽ മുഴുവനും തിന്നു തീർത്തു. ഞാനിതിൽ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുവാണ്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നതൊക്കെ കേൾക്കണം. ഇവിടെ ദിയെ കണ്ടിട്ട് പോയതിന് ശേഷമാണ് ആക്സിഡന്റ് പറ്റിയതും
ഇയാളുടെ ജീവൻ വെടിയൊക്കെ ചെയ്തത്. കാരണം അത്രയ്ക്ക് ശാപം കെട്ടയാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇപ്പം ഓരോരുത്തരുടെ സംസാരവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നുള്ള രീതിയിലൊക്കെ. ഒരു പെണ്ണൊരു വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടുത്തെ ചെറുക്കനുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ട് പോയി കഴിയുമ്പോൾ അവിടുത്തെ അമ്മമാർ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവൾ വന്ന് കയറിയതിന് ശേഷമാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോൾ നശിച്ചവൾ, അവൾ ഒരു പൂക്കിന് പോവും, അങ്ങനെയാണ്. അത് ഈ അറിയാലോ കെട്ടിച്ച് വിടുന്ന വീട്ടിലെ ചേച്ചിമാർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ. എല്ലാം കൂടെ നിങ്ങൾ പെണ്ണുങ്ങളെ നെഞ്ചത്ത് വെക്കത്തില്ലേ, ആ സെയിം സ്റ്റോറി പോലൊക്കെ തന്നെ. പണ്ടത്തെ എന്തോ കഥകളാ. ജിയാസനയുടെ മകൻ ഇപ്പോൾ 19 വയസ്സ് കണ്ടിട്ട് ആ കൊച്ചൻ പോലും കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞൊരു കഥ വെച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് 3 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കണ്ടാന്ന് തോന്നുന്നു പോവാണ്ട് ചെയ്ത്. അപ്പൊ എത്ര വർഷം മുമ്പുള്ളതാണെന്ന് ആലോചിക്കണം. അതൊക്കെ വന്ന് പൊക്കിക്കൊണ്ട് വന്ന് ഇത്ര ആത്മാർത്ഥയോടെ കാണിക്കുമ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൈസ 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 കിട്ടി മേടിച്ച പൈസക്ക് ആത്മാർത്ഥയോട് പണിയെടുക്കണ്ടേ? എടുക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, ഇവർ അതൊന്നും ചെയ്യണ്ട, ദിയാസനയുടെ പുറകിന് പോകേണ്ട ആവശ്യമില്ല. ആ പറയുന്ന ഫിറോസ് ഒരു കൊച്ചിനെ നശിപ്പിച്ചെന്ന് പറയുന്നില്ലേ, ആ കൊച്ചിനെ പൊക്കി എടുത്തുകൊണ്ട് ചെന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പോലീസുകാരുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെതിരെ കേസ് എടുക്കുക. അത് അവർ ചെയ്യുന്നില്ല. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്. എന്തോന്നാടേ ഇത്? എന്തിനാ ദിയുടെ കഥ ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല താത്ത. ഞങ്ങൾക്ക് ആ പാട് അറിയേണ്ടത് ഈ പറയുന്ന പൂക്കുട്ടിയും ഈ കേസ് കേട്ടാണ് നമ്മൾ ചർച്ചയും ചെയ്യുന്നുണ്ട്. അതിങ്ങനെ വഴിതിരിക്കാൻ നോക്കുവാണെങ്കിലേ കഷ്ടം. നിങ്ങളുടെ മുന്നിൽ അടിമേളായിട്ട് നിൽക്കുന്ന കുറേ എണ്ണമുണ്ട്. അവർ ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മളെപ്പോലെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, ഇതിലൊന്നും പെടുന്നില്ലെന്ന് മാത്രം. ഇവരെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ നല്ല രീതിയിലാണ്. അവരുടെ കാര്യം നേടാൻ വേണ്ടി അവർ ഏതറ്റവും വരെ പോകുന്നൊരു സ്ത്രീ. ഞാൻ അപ്പോഴും ഈ ഭർത്താവ് എന്ന ആളിനെ പോലും കൂടുതൽ പറയില്ല. കാരണം അയാളുടെ ആക്രമണം സഹിക്കാൻ വയ്യാതെ എൻ്റെ ജീവിതം വഴിമുട്ടി ഞാൻ അതിൽ നിന്ന് കരക്കേറി വന്ന നിമിഷം ഇപ്പം ആലോചിക്കുമ്പോൾ പുറകിലേക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഞാനിവിടെ ഇരിക്കുമെന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട്. പക്ഷേ എന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നത് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവൾ ഏത് കാട്ടുവാണമാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഷഫീന ബീവി. ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ നീ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ലൈഫിൽ തൊട്ടണിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് നീ എന്നെ വിളിപ്പിക്കും. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ. ഞാൻ നിന്നെ ഒരുപാട് തപ്പി. നിന്നെ പോലത്തെ ഒരു സ്ത്രീയെ ഞാൻ വല്ലതും ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരുപാട് സ്ത്രീകൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വരെ ഉണ്ട്, നീ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ എല്ലാവരും ചേർന്നിട്ടുള്ളത്. നിന്നെപ്പോലൊരു കാട്ട് വേണം. നിന്റെ ഫുൾ ഡീറ്റെയിൽ എവറി ഡേ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഓക്കെ, നീ എൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് താണ്ട ആ ടീമുകൾ എന്ത് ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളത് നീ മനസ്സിലാക്കി തന്നു. അതുകൊണ്ടിട്ട് ഞാനതിൽ ഓക്കെയാണ്. അതൊക്കെ ഞാൻ വഴിയെ നോക്കിക്കോളാം. കാരണം നിയമപരമായിട്ട് ഓൾറെഡി കേസ് നിലനിൽക്കുകയാണ്. എന്നെ പറ്റിയിട്ടുള്ള ഇത്തരം വൃത്തികെട്ട അലിഗേഷൻസുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ തിരിച്ചു മറിച്ചാണ് അവരവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന ദിയാസന അല്ല അന്നുണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന ദിയാസന വളരെ പാവമായിട്ടുള്ള കാമായിട്ടുള്ള ഒരു കുടുംബത്തിനകത്ത് ആ അണ്ടറിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷെ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ എന്നെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനൊരു കാര്യം പറയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്താ കരുതിയത്? രേണു സുധിയെ പോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചു, അതുപോലെ നിങ്ങൾ പല സ്ത്രീകളെ ആക്രമിച്ചു, നിന്നെ ഒരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ദിയാസനയ്ക്ക് നിന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ എവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറ, ഞാൻ നിന്റെ അടുത്ത് വരാം. കാരണം എന്താണെന്നറിയാവോ, എനിക്ക് നിന്നെ ഒന്ന് കാണണം ഷഫീന ബീവി. അതിനുള്ള ഉറപ്പില്ല ചേച്ചി. അവർക്ക് അതിനുള്ള ഉറപ്പും ചങ്കൂറ്റും ഒന്നുമില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച കഥ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ വിഷയത്തിലാണ്. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച സമയത്ത് അവിടെ കിടന്ന് മെഴുകി മാപ്പ് പറഞ്ഞു. അതൊന്നും ഇവിടുത്തെ ആൾക്കാർ ആരും അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. മാപ്പ് പറഞ്ഞ് കാര്യം പിടിക്കാൻ വരെ പോയി. സാറേ എൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തോളാം, എനിക്ക് കുറച്ച് സമയം തരണമെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകി അവിടെ കിടന്നിട്ട് ആ സാധനം ഈ കോര പ്രസംഗിക്കുന്നേ ഉള്ളൂ. പോലീസ് വിളിച്ചപ്പോൾ എന്നെ പോലെ സാറേ എൻ്റെ കാലിന് വയ്യ. പോലീസുകാരടിച്ച ഡയലോഗ് അവർ പറഞ്ഞ് നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും കണ്ട് അവിടെ എത്തണമെന്ന് പറഞ്ഞു. എത്തിക്കഴിഞ്ഞ് ചേച്ചി അങ്ങ് മെഴുകി. ഒരു കാര്യം പറയാം, ഇവർ ഇനി ഇതുപോലുള്ള തോന്നിവാസങ്ങളും കഥ ഇറക്കുവാണെങ്കിൽ ഇവരെ കൂട്ട് തന്നെ ചെയ്യണം. അല്ലെങ്കിലും പ്രശ്നത്ത് എന്തായിരുന്നു രംഗത്ത് വരത്തില്ല. ഞാൻ ഇനി ആ വലിയ വീടൊക്കെ പറഞ്ഞ് തെറ്റിക്കുന്നില്ല. രംഗത്തൊന്നും വരത്തില്ല ചേച്ചി. കാരണം അതുപോലത്തെ പേടി. ഓക്കെ ചേച്ചി പറ. എന്റെ പൊന്നു ചേച്ചി ഇങ്ങനൊന്നും തെളിയുന്നു പറയല്ലേ. എന്റെ പൊന്നു കട്ട് ചെയ്ത് കളയിട്ട് വരുമല്ലോ. എനിക്ക് മാത്രമല്ല, ഞാൻ പറയുന്നിടത്ത് വരികയോ നീ ഉള്ളിടത്തേക്ക് എന്നെ വിളിക്കുകയോ ചെയ്യടി. ഞാൻ വരാം,
അവൾക്കുള്ള ഒരു വീഡിയോ ആണിത്. കാരണം കുറെ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാ ചേച്ചി പ്രതികരിക്കാത്ത, അത്രമാത്രം വൃത്തികേടാ പറയുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ആ വെല്ലുവിളിക്കുന്നത് ഈ രീതിയിലാണ്. എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്തേക്ക് എത്തി ഇവളെ ഒറ്റ ആഗ്രഹമേ എനിക്കിപ്പം എൻ്റെ ഹൃദയത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സജിനയും റസൽ പൂക്കുട്ടിയും അവളെ ഇറക്കി കളിക്കുന്ന കളിയിൽ ആദ്യം ഞാൻ അവളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ പതിയെ ബാക്കി വരാം. പിന്നെ റസൽ പൂക്കുട്ടിയും സജിനയുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോറികളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ശരി. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും തോന്നുന്നുണ്ട്. ഏത് ചേച്ചി? താത്ത ചേച്ചി. ഓക്കെ ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ ഇനിയല്ലേ കിടക്കുന്നത്. ബൈ, ലവ് യു ഓൾ ഗൈസ്. പൂക്കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, കാരണം അതുപോലത്തെ ബോംബിരിപ്പുണ്ട്. ബൈ, ലവ് യു ഓൾ.